to Meenu's Cookhouse. അപ്പോൾ ഇന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടല്ലോ അല്ലേ? രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒരു ഈസി കേക്കിൻ്റെ റെസിപ്പിയാണ്, പിന്നെ വേറൊരു കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽസും കൂടെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കാര്യം എന്താണ്? കേക്ക്. ആ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് എങ്ങനെയാണ് നോർമലി നമ്മളൊരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക? ബേക്ക് ചെയ്തിട്ട്, ഒന്നെങ്കിൽ ഓവണിൽ വെച്ച് ബേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ നോർമലി കേക്ക് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരുന്ന കേക്കിന് ഇതൊന്നും ആവശ്യമില്ല. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. മെയിൻലി ഇത് കിഡ്സ് സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. അതിനായിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡാണ്. ഓക്കെ, ഈ ബ്രെഡ് നമുക്ക് എത്ര സൈസിലാണോ നിങ്ങൾ കേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അനുസരിച്ച് ബ്രെഡ് വേണ്ടി വരും. ഞാനിപ്പോൾ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 സ്ലൈസ് ബ്രെഡ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കേക്കിൻ്റെ സൈസിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ പാലാണ്. ഇതിൽ ആയിട്ട് മെയിൻ 2 സാധനങ്ങളാണ് ഈ ബ്രെഡും പാലും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ക്രീമാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രീം വിപ്പിൻ്റെ പൗഡറാണ്. ഇത് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പാക്കറ്റ്, ഒരു സാഷേ എന്ന് വെച്ചാൽ. ഇത് വലിയ ബോക്സാണ്. ഇതിൽ 4 സാഷേ ഉണ്ട്. അതിൽ ഒരു സാഷേ ഞാൻ എടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. വേണ്ടത് 115 ml, അതായത് 1/2 കപ്പ് കോൾഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഈ പൊടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് പാലും ഈ ഒരു പാക്കറ്റുമാണ് ഇടുന്നത്. ഓക്കെ, പിന്നെ നമ്മളിത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം വേണം. ഓക്കെ, ഇതാണ് നമ്മൾ ഏറ്റവും സുഖം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ. നോർമൽ ഒരാളെടുത്ത് നമ്മുടെ അടുത്ത് ബീറ്ററൊന്നും ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നല്ലോണം അടിച്ച്, കുറച്ച് ടൈം എടുക്കും നമ്മളിത് വെച്ച് പതപ്പിച്ചെടുത്താൽ. ഈ പൊടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം പതപ്പിച്ചെടുത്താൽ നമുക്ക് നല്ല ക്രീം ഇതുകൊണ്ട് തന്നെ കിട്ടും. ഞാൻ ഇതുകൊണ്ടായിരുന്നു നോർമലി ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഇതേപോലത്തെ ഒരു ഹാൻഡ് ബീറ്റർ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറിനോ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ്. നമ്മൾ കൈ കൊണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. ഇലക്ട്രിക് അല്ല, നമുക്ക് കൈ കൊണ്ട് കുറച്ച് ഇതാക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രീം വിപ്പിൻ്റെ ഈ പൊടി ഞാനിത് കട്ട് ചെയ്യാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്, നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നല്ലോണം ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. തെറിക്കും, നിങ്ങളത് നോക്കണം. അത് മെല്ലെ മെല്ലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ പാത്രം എടുക്കണം. ചെറിയ പാത്രത്തിൽ എടുക്കരുത്. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ചെറിയ പാത്രം എടുക്കരുത്, വലിയ പാത്രം തന്നെ എടുക്കണം. എന്നിട്ട് നല്ലോണം ഈ പാത്രത്തിന് നല്ലൊരു ചെരിച്ച് വെക്കാം. എന്നിട്ട് വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഉണ്ടല്ലേ, ക്രീം സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെങ്ങനെ ബീറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടി അതിനോട് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ആവണം നമ്മുടെ ക്രീം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ പരുവെന്ന് പറയുന്നത്. കുറച്ച് തിക്കായി വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മളെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡ്. അതിനെന്ത് ചെയ്യണം? ആദ്യം ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഇത് നമുക്ക് കളയണ്ട. ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതിന് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് അതേ ഇതിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു ഇതും കൂടെ കട്ട് ചെയ്യാം. ഓപ്ഷണലാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഒറ്റ സ്ലൈസിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ ഞാനിതാ ഇതിനെങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പീസസിനെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കളയണ്ട. അത് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പ്ലേറ്റിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ കേക്കിൻ്റെ ബേസിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലില്ലേ, ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടോളൂ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ 1 കപ്പ് പാലാണ് ഇത് എടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യാം? നമ്മൾ എടുത്തിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ സ്ലൈസ് ഓരോന്നില്ലേ, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇവിടെ എടുത്ത് വയ്ക്കാം. അടുത്ത സൈസ് എടുക്കുക.
ഓവറായിട്ട് അതിലിങ്ങനെ സോക്കാവരുത് കേട്ടോ. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു ലെയർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്രീമില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമുക്ക് എല്ലാ ലെയറും വെച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആക്കിയാൽ മതി. ഓക്കെ, നമുക്കിനി അടുത്ത ലെയർ ഇതേപോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ നിങ്ങൾ ബ്രെഡ് പാലിൽ മുക്കാതെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടി. അപ്പോൾ ഞാൻ എന്താ ഇതിനെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. വലിയ ഭംഗിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ ഇതില്ലേ, അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഇട്ടാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ഇത് ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ അതിന് ഞാൻ എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ചെടുത്തിട്ട് അതിന് ഇതിൻ്റെ മേലിട്ടിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ ഇത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള കേക്ക്. ഇതൊക്കെ കണ്ടോ, നിങ്ങളുടെ ഹൈറ്റ് കാണുന്നുണ്ടതാ, സൈഡ്സൊക്കെ കണ്ടതാ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു കാര്യം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്നത് മാത്രമാണ്. ഓക്കെ, അത് ഒന്ന് ഇതാക്കിയാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈസി കേക്കിൻ്റെ റെസിപ്പി? എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടെ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ. അതുപോലെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. മെയിനായിട്ട് ഞാൻ ഇതിൽ ഷുഗർ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ പാലിലേക്ക് കുറച്ച് ഷുഗർ ഇട്ടിട്ട് മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പാലിന് പകരം ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇതേപോലെ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ആദ്യം ബ്രെഡൊക്കെ ഫസ്റ്റ് ഒരു ലെയർ സെറ്റ് ചെയ്യുക, ബ്രെഡ്, അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞല്ലോ, ടൈറ്റിൽ നിങ്ങൾ കണ്ടല്ലോ, ഷെഫ് അറേബ്യ 2019 എന്നല്ലേ. ഞാനൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തു, ഹോട്ട്പാക്കിൻ്റെ ഷെഫ് അറേബ്യ 2019 10th ഫൈനലിസ്റ്റിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഇപ്പം ജസ്റ്റ് അതിൻ്റെ ട്രailer മാത്രമേ റിലീസായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓൺ ദ വേ ആണ്. ഇനി എനിക്ക് വേണ്ടത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് പറയുന്നതായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ട്രailerൻ്റെ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്യാം, നിങ്ങളൊക്കെ ഒന്ന് കാണുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മീനൂസ് കുക്ക് ഹൗസ്. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കാണാം. അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബാക്കി ഷെഫ് അറേബ്യ കോമ്പറ്റീഷൻ്റെ വിശേഷങ്ങളും എൻ്റെ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.